ഹലോ എവ്രി വൺ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റഫിൾഡ് ലോങ് ഗൗൺ ആണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഇതൊരു 3 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ലൈനിങ്ങും കൂടി വേണം. അപ്പോൾ നമുക്കത് ആദ്യം കട്ട് ചെയ്ത് നോക്കാം. ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഗൗണിന് 2 പാർട്ടാണുള്ളത്. മുകളിൽ ബോഡീസ് പാർട്ടും താഴെ റഫിൾസ് ഉള്ള പാർട്ടും ആണുള്ളത്. അപ്പോൾ ഞാൻ ബോഡീസ് പാർട്ടാണ് ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. 4 മടക്കിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ തുണിയാണിത്. ആദ്യം ഞാൻ ഷോൾഡേഴ്സ് മാർക്ക് ചെയ്യാം. 7.5 ഇവിടെ ഷോൾഡേഴ്സ് വരുന്നത്. 15 ഷോൾഡേഴ്സ്, അത് കാരണം 7.5 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ 3.5 ഞാൻ ഷോൾഡേഴ്സിന് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട് 7.5. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഞാനൊരു 5 മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് 3. ഇനി ചെസ്റ്റ് ലൈനാണ് അടയാളപ്പെടുത്തുന്നത്. എനിക്ക് ചെസ്റ്റ് ലൈൻ 9.5 വരുന്നത്. 34 4 8.5, അതിൽ 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 9.5. അങ്ങനെയാണ് എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയത്. ഇനി വേസ്റ്റ് ലൈനാണ്. എനിക്ക് 13 മതി. അപ്പം ഞാനിവിടെ ഒരു 15 എടുക്കുന്നുണ്ട്. കാരണം ഇത് ബോഡീസ് ആയ കാരണം കൊണ്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 15 നിങ്ങൾ സാധാരണ വേസ്റ്റ് ലൈൻ എടുക്കുന്നത് വെച്ചാൽ ഒരു 17 അല്ലെങ്കിൽ 16 എടുക്കുക. 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂട്ടുക. കാരണം ഇവിടെയാണ് കട്ട് വരുന്നത്. എനിക്ക് വേസ്റ്റ് ലൈൻ 9 വരുന്നത്. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. 34 4 ശേഷം അതിൽ ഒരു 1/2 ഇഞ്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് 9.5 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഇവിടെയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇവിടെയാണ് ബോഡീസിൻ്റെ കട്ട് എവിടെയാണ് വരുന്നത്, ഈ വേസ്റ്റ് ലൈനിൽ. പിന്നെ അവിടെ നിന്ന് ആം ഹോളും നെക്കും കട്ട് ചെയ്തെടുക്കാം. ഈ സെയിം പാറ്റേൺ ഇനി നമുക്ക് ഈ മെയിൻ തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. 4 മടക്കിയുള്ള തുണിയാണിത്. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 8. പിന്നെ വീതി 9.5. ഇവിടെ ഞാനൊരു 3 താഴെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റഫിൾസ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള തുണിയിൽ നമുക്ക് മാക്സിമം പീസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോഡീസ് പാർട്ടാണ്. അപ്പോൾ താഴെ 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ റഫിൾസ് വയ്ക്കേണ്ടത്. എനിക്കിവിടെ 36 ഇഞ്ചാണ് താഴത്തേക്ക് വേണ്ടത്. 12 ഇഞ്ച് വീതമുള്ള പീസസിലാണ് ഞാൻ റഫിൾസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 12 ഇഞ്ചുള്ള പീസസ് ഇതിൽ കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു പീസ് 50, പിന്നെ 75, പിന്നെ 100, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് മാക്സിമം 50, 75 അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് തുണി കൂടുതലുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കൂട്ടാം.
അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 12 ഇഞ്ചുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ഷോൾഡേഴ്സാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാം. ഷോൾഡേഴ്സ് ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നെക്കിൽ ഞാനിവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1.5 ഇഞ്ചിൻ്റെ കട്ടാണ്. ഒരു പൈപ്പിംഗ് വെച്ച് ചെറിയ ഒരു ഇവിടെ ഒരു കെട്ടും കൂടെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അങ്ങനെ ഒരു 1.5 ഇഞ്ചിൻ്റെ കട്ട് ഇട്ടിരിക്കുന്നത്. ഇത് 2 ഇഞ്ചിൻ്റെ പീസാണ് ഞാനിവിടെ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് വെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നീളം നമുക്ക് ആവശ്യത്തിന് ഈ നെക്കിൻ്റെ നീളത്തിനനുസരിച്ച്, പിന്നെ ചെറിയൊരു കെട്ടും വേണം, അതിനനുസരിച്ച് നീളം കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ നെക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സൈഡാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇത് ലൈനിങ്ങിൻ്റെ കൂടെയല്ല ഈ സൈഡ് കൂട്ടി യോജിപ്പിക്കുന്നത്. കാരണം താഴെ റഫിൾസ് വെക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ. ആദ്യം തന്നെ നമ്മൾ ഈ ലൈനിങ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റി പിടിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് മെയിൻ തുണിയിലും അതുപോലെ തന്നെ ലൈനിങ്ങിലും അടയാളപ്പെടുത്തി സെപ്പറേറ്റ് ആയിട്ട് ഇത് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷമാണ് നമ്മൾ സ്ലീവ് വെക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡ് നമുക്ക് ആദ്യം കൂട്ടി യോജിപ്പിക്കാം. സൈഡ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ രണ്ടും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റഫിൾസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു പീസ്, ആദ്യത്തെ പീസ് 50 ഇഞ്ചിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. റഫിൾസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു സ്റ്റിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ അതിൽ ഒരു നൂല് പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനത്തെ റഫിൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തുണി നമ്മൾ അങ്ങനെ പിടിച്ച് വലിച്ച് റഫിൾസ് ഉണ്ടാക്കുക. അത് ഇതേ പാകത്തിന് ആക്കി എടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവിടെയാണ് പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ തുണി ഇതിൽ പിടിപ്പിക്കാം. പിന്നെ ലൈനിങ്ങിൻ്റെ താഴത്തേക്കുള്ള നീളം ഞാൻ 28 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഇറക്കം എടുക്കുക. പിന്നെ ഈ പീസിൻ്റെ അതേ വീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് ഇതുപോലെ റഫിൾസ് ചെയ്തെടുക്കാം. ഒരു നൂല് പിടിച്ച് വലിച്ചാൽ മതി, ഇങ്ങനെ റഫിൾസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിലുള്ള ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ ഈ ലൈനിങ് പിടിപ്പിക്കാൻ പോകുന്നത്. കാരണം ഇതിങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പോൾ പിടിപ്പിക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് റഫിൾസ് ഉണ്ടാക്കി ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ലൈനിങ് പിടിപ്പിക്കാം. പിന്നെ ഈ മെയിൻ തുണി റഫിൾസ് ചെയ്തതിന് ശേഷം ഈ തുണിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. റഫിൾസ് 3 സ്റ്റെപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.